ഡെയിലി ജീവിതത്തിൽ ഓരോ വ്യക്തിജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മീയതയുടെ ഒരു ഭക്ഷണമാണ് വിശുദ്ധ വചനം എന്ന് പറയുന്നത്. ആ വചനം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നും സ്വർഗം ഏൽപ്പിച്ച ജീവിതത്തിൽ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ വചനത്തിൻ്റെ ഒരമ്മയാണ്. അമ്മ ഈ കാലഘട്ടങ്ങളിൽ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കുവാൻ നമ്മെ ഒരുക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസങ്ങളിൽ, സമൂഹത്തിന് മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു ഭവനത്തെ തലയുയർത്തി അഭിമാനത്തോട് നിൽക്കുവാൻ തക്കവിധം അവരെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മ പറയുന്നത്, അവൻ പറയുന്നത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും വലിയ ഒരു തുറവിയുടെ ഒരു മേഖലയാണ് പരിശുദ്ധ വചനം എന്ന് പറയുന്നത്. ആ വചനം നമ്മുടെ ജീവിതങ്ങളെ ആഴപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വചനം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വചനം കുറേ കൂടി ധ്യാനിക്കുന്ന വചനത്തിൻ്റെ തലങ്ങളിൽ ഒരു ദൈവാനുഭവം ഉണ്ടാകുവാനും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവാനുഭവമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ, ഒറ്റപ്പെടലിൻ്റെ മേഖലയിൽ, മാറ്റി നിർത്തുന്ന ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ സഹനത്തിൻ്റെ കുരിശിൻ്റെ യാത്ര, ആ ബലി പൂർത്തീകരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ കാൽവരിയുടെ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മ ഇടറി പോകാതെ പരിശുദ്ധ അമ്മ ആമീൻ പറഞ്ഞതുപോലെ നമുക്കും ആമീൻ പറഞ്ഞ് മുന്നോട്ട് പോകാം.